ചമ്മന്തി എല്ലാം തട്ടിക്കളഞ്ഞ് സമാധാനമായി. എനിക്ക് എന്തോ ചെയ്യാനാന്ന് പറ, എല്ലാം പോയി ചമ്മന്തി. ഞാൻ ഇന്ന് രാവിലെ അല്ല, വെളുപ്പിനെ 5:30 എഴുന്നേറ്റ് രാവിലത്തേനുള്ളതും ഉച്ചക്കലത്തേനുള്ളതും എല്ലാം റെഡിയാക്കി, കൊണ്ടുപോകാനുള്ളതും എല്ലാം റെഡിയാക്കി ഇറങ്ങാറായപ്പോഴാണ് ഇന്ന് ചെല്ലണ്ടാന്ന് പറഞ്ഞത്. അപ്പോൾ എങ്ങോട്ടാണ് ചെല്ലണ്ടാന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ ഒരു സ്ഥാപനത്തിൽ ലീവ് വേക്കൻസിക്കായിട്ട് പോകുന്നുണ്ട് ജോലിക്ക്. അപ്പോൾ ഇന്ന് ചെല്ലണ്ട, ലീവ് വേക്കൻസി ഇല്ല എന്ന് വിളിച്ച് പറഞ്ഞു അവിടുത്തെ ചേച്ചി. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും എല്ലാം റെഡിയായി, അപ്പോൾ അത് നടന്നില്ല, ഇതെങ്കിലും നടക്കട്ടെ എന്ന് വിചാരിച്ചു. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ നീലൂട്ടനെ അംഗൻവാടി കൊണ്ടുവിട്ടിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു വന്നതാട്ടോ. അപ്പം ഞാൻ ഡൈനിങ് ടേബിളിൽ ഒന്ന് തിരിമറി നടത്തിയപ്പോഴത്തേനും എൻ്റെ ചമ്മന്തി എല്ലാം കൂടെ തറയിൽ പോയിട്ടുണ്ട്. എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ ടെൻഷനില്ലായിരുന്നു, എന്നാലും ചമ്മന്തി പോയതിൻ്റെ ഒരു ടെൻഷൻ എൻ്റെ മുഖത്ത് കാണാനുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതെല്ലാം പിന്നെ ക്ലീൻ ആക്കിയിട്ട് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുക്കാനുണ്ടായിരുന്നു. കുറച്ച് കുപ്പികൾ, കുറച്ച് ചിരട്ട ഇരിപ്പുണ്ടായിരുന്നു, പിന്നെ ന്യൂസ് പേപ്പറുകൾ കുറച്ചധികമായി. അതെല്ലാം കൊണ്ടുവന്ന് ആക്രിക്കടയിൽ കൊണ്ടു കൊടുക്കാനായിട്ട് പോകണമായിരുന്നു. അപ്പോൾ അതെങ്കിലും നടക്കട്ടെ എന്ന് വിചാരിച്ചു. ഇനി എന്തായാലും വീട്ടിൽ വലിയ പണിയൊന്നുമില്ല, അടുക്കളയിലെല്ലാം രാവിലെ തന്നെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ പണിയെല്ലാം അങ്ങ് തീരട്ടെന്ന് വിചാരിച്ചു. അങ്ങനെ അതെല്ലാം കൊണ്ട് കൊടുക്കാനായിട്ട് പോവാനായിട്ട് ഇറങ്ങിയത്. അപ്പം പച്ചക്കറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നീലൂട്ടനെ കൊണ്ടാക്കാൻ പോയിട്ട് തിരിച്ച് വന്നപ്പോൾ പച്ചക്കറിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, മത്തിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മത്തി ഉച്ചക്കലത്തേന് വറക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ ഇനി എല്ലാ ആക്രി സാധനങ്ങളും കൂടെ കൊണ്ടു കൊടുക്കാനായിട്ട് പോകട്ടെ. ചമ്മന്തി എന്തായാലും അതിൻ്റെ വഴിക്ക് പോയിട്ടുണ്ട്. ഇനി അത് ഞാൻ എടുക്കുന്നില്ല. ഡൈനിങ് ടേബിൾ തുടച്ചിട്ടിട്ട് തന്നെ ഇട്ടിരുന്നത്. പക്ഷേ എന്നാലും എനിക്ക് ആ ചമ്മന്തി എടുത്തപ്പോഴത്തേനും ഇനി അഴുക്കുമല്ലോ പൊടിയോ മണ്ണോ എന്തെങ്കിലും ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ച് ഞാനത് കളഞ്ഞു കേട്ടോ. പിന്നെ നമുക്ക് 100 രൂപയ്ക്ക് കിട്ടിയ കിറ്റാണ് ഇത്, പച്ചക്കറി കിറ്റ്. അപ്പം അത്യാവശ്യം ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാ ന്യൂസ് പേപ്പറുകൾ എല്ലാം കൊണ്ടു കൊടുക്കാനായിട്ട് പോകട്ടോ. കുറച്ചധികം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൊണ്ട് കൊടുത്തു. പിന്നെ ചിരട്ട ഉണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കൂടെ കൊണ്ട് കൊടുക്കാനായിട്ട് പോവുക. നീലൂട്ടനെ അംഗൻവാടി കൊണ്ടുവിട്ടു, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതെല്ലാം ഇനി കൊണ്ട് കൊടുത്തിട്ട് വന്നിട്ട് വേണം ചേട്ടായിക്ക് ജോലിക്ക് പോകാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് പോയി എല്ലാം കൊണ്ട് കൊടുത്തിട്ട് വരട്ടെ കേട്ടോ. എന്തായാലും ഇന്ന് പോക്ക് നടന്നില്ല. വെളുപ്പിനെ എഴുന്നേറ്റ് എല്ലാം റെഡിയാക്കി അടുക്കളയിലെ എല്ലാം കഴിഞ്ഞ് ഉച്ചക്കലത്തേനും ചോറും രാവിലത്തെ കാപ്പിയും കാപ്പി രാവിലെ അപ്പോൾ ഇഡലിയായിരുന്നു കേട്ടോ. ഇഡലിയും ചമ്മന്തി ഉണ്ടായിരുന്നു. പിന്നെ ഉഴുന്നുവടി അമ്മ കഴിഞ്ഞ ദിവസം ഉഴുന്നുവടി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിരുന്നു നമുക്ക് രാവിലെ കാപ്പിക്ക് എടുത്തത്. ഉച്ചക്കലത്തേന് ചോറും ചമ്മന്തിയും മുട്ട, പിന്നെ ചീവക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി, അതൊക്കെ ആയിരുന്നേ. അങ്ങനെ അതെല്ലാം കൊണ്ട് കൊടുത്തിട്ട് വന്നപ്പോഴത്തേനും എനിക്ക് ഭയങ്കര ഉറക്കക്ഷീണം. അങ്ങനെ ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ട് കട്ടിലേലോട്ട് അങ്ങ് കിടന്നു കേട്ടോ. പിന്നെ വേറൊരു കാര്യമുണ്ടല്ലോ, നമ്മൾ വീഡിയോയിൽ ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബ്യൂട്ടി വ്ളോഗോ അല്ലെങ്കിൽ സ്കിൻ കെയറോ ഹെയർ കെയറോ ഒന്നും അല്ല. അപ്പോൾ നമ്മൾ ഡെയിലി വ്ളോഗ് വീഡിയോസാണ് എന്നും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ മേക്കപ്പ് ഇട്ടിട്ട് വന്ന് നിൽക്കാനോ അല്ലെങ്കിൽ റെഡി ആയിട്ട് വന്ന് നിൽക്കാനോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പറയട്ടെ, നീലൂട്ടൻ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. മേശപ്പുറവും ഒക്കെ ക്ലീൻ ചെയ്ത് തുടച്ചിടുക കേട്ടോ. എന്താ പറ്റിയെന്ന് അറിയത്തില്ല, വേറൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. പുറത്തിറങ്ങിപ്പോയി കളിക്കാനും പറ്റുന്നില്ല, എന്താ പറയുക, കാർട്ടൂണൊന്നും കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നു എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് അവന് തന്നെ തോന്നുന്നേ. പക്ഷേ ഞാനതിനെ പ്രോത്സാഹിപ്പിക്കുന്നു, ചെയ്യട്ടെ, ക്ലീനാക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ പറഞ്ഞു തന്നത് വേറൊന്നുമല്ല, നമ്മളിപ്പം വീട്ടിൽ നിൽക്കുന്ന ആ ഒരു ഇതിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. എനിക്കാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഒരുങ്ങി കെട്ടി നടക്കുന്നതിനോടും ഒന്നും വലിയ താല്പര്യമൊന്നുമില്ല. എങ്ങനെയാണോ അങ്ങനെ ഞാനങ്ങ് വീഡിയോ എടുക്കും. അതിപ്പം മുഖം ക്ലീനാണോ അല്ലെങ്കിൽ മുടി കെട്ടി ഒതുക്കി വെച്ചേക്കുവാണോ, മുടി ചീകിയിട്ടുണ്ടോ, അതൊന്നും ഞാൻ നോക്കാറില്ല കേട്ടോ. ഞാൻ എങ്ങനെയാണോ വീഡിയോയിൽ, അതായത് അടുക്കളയിൽ നിൽക്കുന്നത്, നമ്മളിപ്പം അടുക്കളയിലെ ജോലി ചെയ്യുന്നതിന് നമുക്കിപ്പം നല്ല തുണിയെടുത്തിട്ട് നല്ലതായിട്ട് മുടിയും ചീകി മേക്കപ്പ് പൗഡറും വാരിയിട്ട് ലിപ്സ്റ്റിക്കും ഇട്ടിട്ട് നിൽക്കാനൊന്നും ചെയ്യാത്തവർ ചെയ്യുന്നവരുണ്ട്, നല്ല രീതിയിൽ ഒരുങ്ങിയിട്ടൊക്കെ ചെയ്യുന്നവരുണ്ട്. പക്ഷേ എനിക്കങ്ങനെ പറ്റുന്നില്ല കേട്ടോ. എത്ര ട്രൈ ചെയ്തിട്ടും പറ്റുന്നില്ല. കാര്യം
പെട്ടെന്ന് ജോലി ചെയ്ത് തീർക്കണം എന്നുള്ളൊരു ഇതാണ്. എനിക്ക് തോന്നുന്നു സാധാരണക്കാരുടെ വീട്ടിൽ ഒട്ടുമിക്ക ആൾക്കാരുടെയും വീട്ടിൽ അങ്ങനെ തന്നെ ആയിരിക്കും. ആരും ഒരുങ്ങിയിട്ടൊന്നും അല്ല വീട്ടിൽ നിൽക്കുന്നത്. വീട്ടിലെങ്ങനെയാണോ നിൽക്കുന്ന കോലം അങ്ങനെ തന്നെയാണ് ഞാനും നിൽക്കുന്നത്. വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുങ്ങാനൊന്നും പോവാറില്ല. പിന്നെ പുറത്തോട്ട് എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ മാത്രം നല്ല ഡ്രസ്സൊക്കെ ഇട്ട് മുടിയൊക്കെ ചീകി ഒരുങ്ങിയിട്ടൊക്കെ പോകുന്നത്. അല്ലാതെ നിൽക്കുന്നതിനോട് അല്ലാതെ ഒരുങ്ങുന്നതിനോ എനിക്ക് പറ്റുന്നില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ അങ്ങനെ ശീലം ഇല്ലാത്തത് കൊണ്ടായിരിക്കും എനിക്കങ്ങനെ പറ്റുന്നില്ല. അപ്പോൾ ദാ രാത്രിയിലത്തെ പരിപാടികളാണ്, കിച്ചൺ ഡ്യൂട്ടീസാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. നാളത്തേന് അപ്പത്തിന് അരി ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, പച്ചരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അരച്ച് വെച്ചിട്ട് രാത്രിയിൽ നമുക്ക് കഞ്ഞിയാട്ടോ, കഞ്ഞിയും ചെറുപയറും കൂടെ, അരിയും ചെറുപയറും കൂടി ഒരുമിച്ചിട്ടിട്ട് കഞ്ഞി വയ്ക്കാമെന്ന് വിചാരിച്ചു രാത്രിയിലത്തേന്. ചമ്മന്തി ഇരിപ്പുണ്ട്, അച്ചാറും ഇരിപ്പുണ്ട്. അപ്പോൾ അതെടുക്കുകയാണ് രാത്രിയിൽ. അപ്പം അരിയൊക്കെ അരച്ച് വെച്ചിട്ട് ബാക്കിയൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേസ്റ്റൊക്കെ കൊണ്ട് കളയണം. വേസ്റ്റ് നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരു ടാങ്കുണ്ട്, വേസ്റ്റ് ഇടാനുള്ളൊരു ടാങ്ക് കുഴിയുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് കൊണ്ട് ഒഴിച്ച് കളഞ്ഞാൽ മതി. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പലരും ഇങ്ങനെ പറയാറുണ്ട്, വൃത്തിയായിട്ടൊക്കെ വീഡിയോ ചെയ്തുകൂടെ, വീട്ടിൽ നിൽക്കുന്ന ഈ കോലത്തിൽ തന്നെ എന്തൊരു കോലമായത് എന്നൊക്കെ. നമ്മളിപ്പം ഒരു വീട്ടിലെ എല്ലാ ജോലികളും നമ്മൾ തന്നെ നോക്കണം. കുഞ്ഞിൻ്റെ കാര്യങ്ങൾ എല്ലാം കൂടി വരുമ്പോഴത്തേനും നമുക്കെല്ലാം കൂടെ എന്താ പറയുക, നമ്മുടെ ലുക്കൊന്നും നമുക്ക് നോക്കാനായിട്ട് പറ്റത്തില്ല. പുറത്തെവിടെയെങ്കിലും പോകുന്നെങ്കിൽ മാത്രം ഒരുങ്ങാനേ പറ്റൂ. വീട്ടിലെ കാര്യങ്ങൾ നമുക്ക് എങ്ങനെയെങ്കിലും ജോലിയൊക്കെ തീർത്തിട്ട് എവിടെയെങ്കിലും ഇരിക്കാം, അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള മെൻറ്റാലിറ്റി ആയിരിക്കും ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഉള്ളത്. പിന്നെ വീട്ടിലെ കാര്യങ്ങൾ നോക്കണ്ട, അല്ലെങ്കിൽ കുട്ടികളില്ല, അവർക്കൊക്കെ അങ്ങനെയുള്ളവർക്കൊക്കെ പറയുന്നതിന് കാര്യമുണ്ട്. അവരൊക്കെ ആണെങ്കിൽ ഓക്കെ, അവർക്കൊക്കെ ഇഷ്ടം പോലെ സമയം കാണും, സ്വന്തം കാര്യങ്ങൾ നോക്കാൻ ഒരുങ്ങാൻ ഒക്കെ സമയം കാണുമായിരിക്കും. ഞാനിപ്പം വീഡിയോ എടുക്കാൻ തന്നെ സമയം കിട്ടുന്നത് എനിക്ക് വലിയ കാര്യം എന്നുള്ള രീതിയിലാണ് ഞാൻ നോക്കുന്നത്. അപ്പം ചിലരൊക്കെ വിചാരിക്കും, ഓരോരുത്തരുടെയും മനസ്സൊക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ, ചിന്താഗതികളൊക്കെ. അവർ വിചാരിക്കും ഇതിനൊക്കെ നിൽക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്ന്. അപ്പം നമുക്കത് തോന്നുന്നില്ല. ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ. എനിക്കിപ്പം ഒരു ബുദ്ധിമുട്ടും ഇതുവരെ തോന്നിയിട്ടില്ല. ഞാൻ ഹാപ്പിയാണ് ഈ ഒരു ലൈഫിൽ. എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇതുവരെയും തോന്നിയിട്ടില്ല. പലർക്കും പല പ്ലാനിങ്ങുകളും കാര്യങ്ങളും ഒക്കെ കാണും. അതൊക്കെ അവരവരുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ആയിരിക്കും. അവരൊക്കെ അവരുടെ ഇഷ്ടത്തിന് നിൽക്കട്ടെ. അവരെപ്പോലെ നമ്മളും ആവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമൊന്നുമല്ല. ഓരോരുത്തർക്കും ഓരോരോ ആഗ്രഹങ്ങളും എന്താ പറയുക, പേഴ്സണാലിറ്റിയും ഒക്കെ കാണും. അതുകൊണ്ട് ആരും ആരെയും കമ്പയർ ചെയ്യാനായിട്ട് നിൽക്കരുത് എന്നേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. അപ്പോൾ അത്രയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മുടെ കുട്ടി ഒരു വ്ളോഗാണ്. ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് വെറുപ്പിച്ചു എന്ന് തോന്നുന്നു. ആരും ഒന്നും വിചാരിക്കരുത്. അപ്പോൾ അപ്പത്തിനൊക്കെ അരച്ച് വെച്ചിട്ട് ഈസ്റ്റൊക്കെ കലക്കി ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈസ്റ്റാണ് കൂടുതലും അപ്പത്തിന് ചേർക്കാറുള്ളത്. സോഡാപ്പൊടി അങ്ങനെ ചേർക്കാറില്ല, എനിക്ക് സോഡാപ്പൊടി അത്രയ്ക്ക് ഇഷ്ടമല്ല. അപ്പോൾ അപ്പത്തിന് എല്ലാം കലക്കി വെച്ചിട്ട് ഇനി കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് കയറി കിടന്ന് ഉറങ്ങട്ടെ. നാളെ ഇനി ചേട്ടായിക്ക് മീറ്റിങ്ങിന് പോകണം. നാളെ വെളുപ്പിന് ചേട്ടായി പോവും. അപ്പോൾ വെളുപ്പിന് എഴുന്നേൽക്കണം. അപ്പോൾ നേരത്തെ പോയി കിടന്നുറങ്ങട്ടെ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.